ഹലോ ഗൈസ്, വെൽക്കം ടു techmadis.com. ഇന്ന് നമ്മളുള്ളത് പത്തനംതിട്ട വിഷൻ ഹോണ്ടയിലാണ്. ന്യൂ സിറ്റി ഫേസ് ലിഫ്റ്റിന്റെ ലോഞ്ച് ഇവന്റിലാണ് നമ്മളുള്ളത്. നമുക്ക് രണ്ട് കളേഴ്സും എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ. അതിൽ എന്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് കളറാണ്. ഓവറോൾ ബ്ലാക്ക് ഗ്രില്ലും അതുപോലെ തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള DRLസും പ്രോപ്പർലി വർക്കിംഗ് ആയിട്ടുള്ള എയർ ഡാമും ഒക്കെ ആയിട്ട് വണ്ടി കുറച്ചുകൂടെ ഒന്ന് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുണ്ട്, സ്പോർട്ടി ആയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന പല സെഡാനിലുള്ള ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിയിൽ അവൈലബിൾ അല്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഉദാഹരണത്തിന് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ സീറ്റ്, കോ ഡ്രൈവർ സീറ്റ്, മെമ്മറി ഫംഗ്ഷൻ, സീറ്റ് വോക്കിൻ ഡിവൈസ്, ഇതുപോലുള്ള പല ഇലക്ട്രിക് ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ എത്രയൊക്കെ ഫീച്ചർ ഉള്ളതെന്ന് പറഞ്ഞാലും ഇപ്പോഴും ഹോണ്ട സിറ്റിക്ക് സെപ്പറേറ്റ് ഒരു ഫാൻ ബേസ് ഉണ്ട്. കാരണം അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു റിലയബിൾ ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് 1.5 ലിറ്ററിന്റെ iVTEC പെട്രോൾ എഞ്ചിൻ. അതുപോലെ തന്നെ അതിന്റെ ഒരു സെൽഫ് ചാർജിംഗ് സ്ട്രോങ് ഹൈബ്രിഡ്. ഇതിൽ 1.5 ലിറ്ററിന്റെ iVTEC പെട്രോൾ എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യുന്നത് 121 PS പവറും 145 ന്യൂട്ടൺ മീറ്റേഴ്സിന്റെ ടോർക്കും ആണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ഹൈബ്രിഡ് പ്രൊവൈഡ് ചെയ്യുന്നത് 109 PS പവറും 253 ന്യൂട്ടൺ മീറ്റേഴ്സിന്റെ ടോർക്കും ആണ്. ഈ രണ്ട് വേരിയന്റിലും CVT ട്രാൻസ്മിഷൻ തന്നെയാണ് ഹോണ്ട നൽകിയിരിക്കുന്നത്. സിറ്റിയുടെ ഇന്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലയിടത്തായിട്ട് കാണുന്ന ആ ഒരു ബ്ലൂ ആംബിയന്റ് ലൈറ്റും സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസും വണ്ടിയെ നല്ല പ്രീമിയം ആക്കുന്നുണ്ട്. 10.1 ഇഞ്ചസിന്റെ ഒരു ഹ്യൂജ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. റിഫ്ലക്ഷൻ ഇല്ലാത്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാലും വിസിബിലിറ്റിക്ക് ചെറിയ പ്രശ്നമുള്ളതായിട്ട് ഫീൽ ചെയ്തു. അനലോഗ് ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള 7 ഇഞ്ചസിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഫംഗ്ഷനാലിറ്റി ഉള്ള 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലുമാണ് ഈ ഒരു വണ്ടിയിൽ ഹോണ്ട നൽകിയിരിക്കുന്നത്. ബൈ ദ വേ, എന്റെ ഈ ഒരു ചെറിയ ചാനലിലെ ഈ ഒരു വീഡിയോ കാണുന്ന 99% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് ദി ചാനൽ. ഇനി നമുക്ക് ഈ ഒരു വണ്ടിയുടെ പാസഞ്ചർ സീറ്റ്സ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഈ ഒരു വണ്ടിക്ക് 2600 mm ഹ്യൂജ് വീൽ ബേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എക്സ്പെക്ടേഷൻ തന്നെയാണ് റിയാലിറ്റിയും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. പാസഞ്ചർ സീറ്റിൽ നിന്നുള്ള ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പ്രീമിയം ആണ്. നല്ല വൈഡർ ആയിട്ടുള്ള ഒരു സൺറൂഫ് ഏരിയ ആണ് ഈ ഒരു വണ്ടിക്കകത്തുള്ളത്. ഫീച്ചേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ റിയർ AC വെന്റ്, 2 ചാർജിംഗ് പോർട്ട്, റിയർ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡർ പോലുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിയിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് സിറ്റിയുടെ റിയർ ഡിസൈൻ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റുള്ള വാഹനങ്ങളിലെ പോലെ കണക്റ്റഡ് ആയിട്ടുള്ള LED ടെയിൽ ലാമ്പോ ഒന്നുമല്ല ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്ന LED ലൈറ്റ് മിനിമലിസ്റ്റിക് ആയും അത്യാവശ്യം നല്ല സ്പോർട്ടി ആയും നമുക്ക് ഫീൽ ചെയ്യും. 4594 mm ആണ് സിറ്റിയുടെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത്. അതിൽ 506 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ആണ് സിറ്റിക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലഗേജ് ക്യാരിയിങ് കപ്പാസിറ്റി ഈ ഒരു വണ്ടിക്ക് കിട്ടുന്നതാണ്. ബൂട്ടിന് മുകളിൽ നിങ്ങൾ കാണുന്ന ആ ഒരു ഇന്റഗ്രേറ്റഡ് സ്പോയിലറും സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള 16 ഇഞ്ചസിന്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസും വണ്ടിയുടെ ആ സ്പോർട്ടി ഫീലിനെ എൻഹാൻസ് ചെയ്യുന്നു. ബ്ലാക്ക് കളർ സിറ്റി മൊത്തത്തിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് വൈറ്റ് കളർ കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടി. ഞാൻ അതിന്റെ കുറച്ച് വിഷ്വൽസ് ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കൂ. So that's all from my side. Hope you all enjoyed the video. Please subscribe the channel for more such content.